തലശ്ശേരി നഗരത്തിൽ മോഷണം ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. അടച്ചിട്ട വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആരാധനാലയങ്ങളിലും മോഷ്ടാക്കൾ അഴിഞ്ഞാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓവി റോഡ് സംഗമം കവലയിലെ തെക്കാവ് ജുമാ മസ്ജിദിൽ പട്ടാപ്പകലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. പള്ളി ഖത്തീബ് മലപ്പുറം ചെമ്മാട് സ്വദേശി ഇ സിദ്ദീഖ് സഖാഫിയുടെ 45,000 രൂപയും റാഡോ വാച്ചും ആണ് മോഷ്ടിച്ചത്. പള്ളിയിൽ ഖത്തീബ് താമസിക്കുന്ന മുറിയിൽ അതിക്രമിച്ചു കയറുകയാണ് മോഷ്ടാക്കൾ ചെയ്തത്. അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ മുറിയുടെ ഫൈബർ വാതിൽ തകർത്ത് ആണ് അകത്ത് കയറിയത്. ഞായറാഴ്ച രാവിലെ 6-നും 7-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. സുബഹി നമസ്കാരത്തിന് ശേഷം ഖത്തീബ് പുറത്തേക്ക് പോയതായിരുന്നു. ഈ സമയത്താണ് മോഷണം നടന്നത്. മസ്ജിദിൽ മറ്റാരുമില്ലാത്ത തക്കം നോക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് അതിക്രമിച്ച് കയറിയത്. മുറിയിൽ തൂക്കിയിട്ട ഖത്തീബിന്റെ വസ്ത്രത്തിൽ സൂക്ഷിച്ച പണവും വാച്ചുമാണ് ആദ്യം മോഷ്ടിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഖത്തീബ് തന്റെ വീടിന്റെ നിർമ്മാണത്തിനായി എടുത്തുവെച്ച പണമാണ് മോഷണം പോയതെന്ന് പള്ളി അധികൃതർ പറഞ്ഞു. തലശ്ശേരിയിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് അടുത്ത കാലത്തായി മോഷണം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് TM സൈനുദ്ദീൻ നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ SI VV ദീപ്തി, SI സജേഷ്, C ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പള്ളിയിലെത്തി അന്വേഷണം നടത്തി. വിശദമായ അന്വേഷണത്തിന് ശേഷം പരിസരത്തെ CCTV ക്യാമറകളും പരിശോധിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും പള്ളിയിലെത്തി. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. പ്രതികളുടെ വിരലടയാളം വിദഗ്ധർ തെളിവുകളായി പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സമാന സംഭവം തലശ്ശേരിയിൽ അരങ്ങേറിയത്. ചിറക്കര മോറക്കുന്നിലെ MK മുഹമ്മദ് നവാസിന്റെ വീട്ടിൽ നിന്ന് 4.5 ലക്ഷം രൂപ മോഷണം പോയ സംഭവത്തിൽ നടുക്കം മാറും മുമ്പാണ് പള്ളിയിലെ ഈ മോഷണം. കഴിഞ്ഞ മാസം തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽ വ്യൂ മസ്ജിദിൽ മഗ്രിബ് നമസ്കാരത്തിനെത്തിയ യുവാവിന്റെ 1.5 ലക്ഷം രൂപ മോഷണം പോയിരുന്നു. ചിറക്കര അയ്യലത്ത് പള്ളി, കണ്ണോത്ത് പള്ളി, നാരങ്ങാപ്പുറം പള്ളി എന്നിവിടങ്ങളിൽ നേരത്തെ സമാനമായ കവർച്ചാ സംഭവം നടന്നിട്ടുണ്ട്. അയ്യലത്ത് പള്ളിയിൽ നിന്ന് ഖത്തീബ് സഫ്വാൻ അമാനിയുടെ പണമാണ് അന്ന് കവർന്നത്. കണ്ണാത്ത് പള്ളിയിൽ നിന്ന് റിസീവറായ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മൊയ്തീൻ കുഞ്ഞി സൂക്ഷിച്ച പണവും 2 തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ കയറിയുള്ള മോഷണത്തിന് പിന്നിൽ ഒരേ ആളാണെന്ന് ആണ് നാട്ടുകാർ പറയുന്നത്. സമാനമായി തലശ്ശേരി നഗരത്തിലെ മൊബൈൽ ഷോപ്പ്, ബേക്കറി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിലും കവർച്ച നടന്നിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 17-ന് തലായി ബാലഗോപാല ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്തും പണം മോഷ്ടിച്ചിരുന്നു. നഗരത്തിലും പരിസരങ്ങളിലും അടിക്കടി മോഷണം ആവർത്തിക്കുമ്പോഴും മിക്ക സംഭവങ്ങളിലും കേസ് തെളിയിക്കാൻ പോലീസിനാവുന്നില്ല എന്നത് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ പോലീസ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലതും പ്രവർത്തനമല്ല.